രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിധി അല്പസമയത്തിനകം അറിയാം. ഏതായാലും കോടതി നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച വാദം കോടതിയിൽ നടന്നത്. ഇന്നും ജാമ്യാപേക്ഷയിൽ വാദം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ത്രീ പീഡകനായ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നത്. പ്രോസിക്യൂഷൻ കൂടുതൽ രേഖകൾ കൂടി ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, എന്താണ് കോടതി നടപടികൾ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അധിക രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെ വാദം എന്താണ് നിലവിൽ? സിജു, ഏതായാലും കോടതി കേസ് പരിഗണിക്കുന്നത് 11:45 മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഒടുവിലത്തെ വിവരമായി നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. അതേസമയം ഈ കേസിൽ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ഇതിനകം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതായത് പ്രോസിക്യൂഷൻ അധിക രേഖകൾ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാനുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇന്ന് കൂടുതൽ വാദം കേൾക്കുന്നതിന് വേണ്ടി കേസ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏതായാലും പ്രോസിക്യൂഷൻ അധിക രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത പുതിയ രണ്ടാമത്തെ ബലാത്സംഗ കേസ്, ആ ബലാത്സംഗ കേസിന്റെ FIR-ഉം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. അപ്പോൾ രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഈ FIR-ലെ കൂടി വ്യക്തമാകുന്നതായിരിക്കും. അത് കോടതിയെ ബോധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്തെ FIR കൂടി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടി എന്ന് പറയുന്നത് അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കൂടി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്ന വിവരം എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കേസിന്റെ വാദം കേൾക്കുന്നതിനിടയിൽ അറസ്റ്റ് തടയുന്നതടക്കമുള്ള നടപടിയിൽ അറസ്റ്റിന് തടസ്സമില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു കോടതി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഹർജിയായി തന്നെ രാഹുൽ ഈ വിഷയം കോടതിയിൽ നൽകിയിരിക്കുകയാണ്. അറസ്റ്റ് തടയണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ പ്രോസിക്യൂഷൻ ആകട്ടെ ശക്തമായ വാദവുമായി തന്നെയാണ് തുടരുന്നത് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ടാമത്തെ FIR, അതായത് രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതി, ആ പരാതിയിന്മേൽ കഴിഞ്ഞ ദിവസമാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ FIR ആണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ FIR-ൽ പറയുന്നു അതിക്രൂരമായിട്ടാണ് ആ പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയത്, അതിക്രൂരമായി ഉപദ്രവിച്ചു എന്നുള്ള കാര്യമെല്ലാം ആ FIR-ൽ പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഒരു സ്ഥിരം കുറ്റവാളിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അയാൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ് ഈ FIR കോടതിയിൽ സമർപ്പിക്കുന്നതിലൂടെ പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിക്കുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ആ കാര്യങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ രേഖകളെല്ലാം തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അടച്ചിട്ട കോടതി മുറിയിലാണ് ഇതിന്റെ വാദം കേൾക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ഈ കേസ് പരിഗണിക്കുന്നത് ഏറ്റവും അവസാനത്തെ കേസായി ഇപ്പോൾ മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മറ്റു കേസുകൾ വേഗത്തിൽ പരിഗണിച്ചതിനു ശേഷം 11:45 ഈ കേസ് പരിഗണിക്കും, അവസാന കേസായി പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. സിജു, ഷിജ, ഏതായാലും ഇന്നത്തെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അധിക രേഖകൾ, അത് ഡിജിറ്റൽ തെളിവുകൾ അടക്കം കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് രണ്ടാമത്തെ FIR കൂടി നൽകിയിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ പ്രോസിക്യൂഷനെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA ഒരു സെക്ഷൽ പ്രെഡേറ്ററാണ്. സ്ത്രീകളെ വലയിലാക്കുന്നു, സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, ഗർഭിണിയാകാൻ നിർബന്ധിക്കുന്നു, പിന്നീട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു. അതിനുശേഷം ഈ രണ്ടാമത്തെ FIR-ലാണ് കൂടുതൽ അല്പം കൂടി കടന്ന കാര്യങ്ങളാണ്. ആ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ശാരീരികമായി മുറിവേൽപ്പിക്കുക കൂടി ചെയ്യുന്നത്. അതായത് ഒരു വലിയ സൈക്കോപാത്തിന്റെ ഒരു സെക്ഷൽ പ്രെഡേറ്ററിന്റെ എല്ലാ രീതികളുമുള്ള ഒരു MLA. അത് കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെടുത്താൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതോടൊപ്പം തന്നെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. അതേ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടാവുക. തീർച്ചയായും സിജു, അതിലൊരു തരത്തിലൊരു തർക്കവുമില്ല. കാരണം പ്രധാനമായും രാഹുൽ എന്ന് പറയുന്നത് എത്രത്തോളം വലിയ ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണ് എന്നുള്ളത് തെളിയിക്കുന്നത് തന്നെയാണ് രണ്ട് FIR-കളും. അതിൽ ആദ്യ FIR-ൽ ഈ പെൺകുട്ടിയെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ഉന്നയിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബലാത്സംഗത്തിന് ഇരയാക്കി, മറ്റൊന്ന് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും ആ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നു, അതോടൊപ്പം തന്നെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്നു. അതിന് പുറമെയാണ് നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയമാക്കി എന്നുള്ള കാര്യം. അത്
ആദ്യത്തെ കേസുമായി അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ട് എഫ്ഐആറിൽ കൃത്യമായി തന്നെ അതിന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ സഹിതമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ കേസിലേക്ക് എത്തുമ്പോൾ രണ്ടാമത്തെ കേസിൽ എഫ്ഐആറിൽ കൃത്യമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തുന്നു. സുജു സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊരാൾ മുഖേന ആ പെൺകുട്ടിയെ ഹോം സ്റ്റേയിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയുടെ അനുമതിയില്ലാതെ ആ പെൺകുട്ടിയിൽ കടന്നു പിടിക്കുന്നു. അതോടൊപ്പം തന്നെ ശാരീരികമായി വലിയ തോതിൽ മുറിവേൽപ്പിക്കുന്നു എന്നുള്ളതടക്കമുള്ള കാര്യമാണ്. ആ പെൺകുട്ടി അതേ തുടർന്ന് വലിയ ഒരു ആഘാതത്തിൽ തന്നെയായിരുന്നു ആ പെൺകുട്ടി എന്നുള്ള കാര്യമടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ ഈ എഫ്ഐആർ സമർപ്പിച്ചതിലൂടെ ഈ വാദം ആരംഭിക്കുമ്പോഴേക്കും അക്കാര്യങ്ങൾ കോടതിയിൽ വാദമായി ഉന്നയിക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ട് പ്രധാനമായും അവർ പ്രോസിക്യൂഷൻ കോടതിയിൽ ബോധിപ്പിക്കുക ഈ എഫ്ഐആറുകൾ കൃത്യമായ രീതിയിൽ തന്നെ ഈ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട് എത്രത്തോളം കൊടും ക്രിമിനലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി എന്നുള്ള കാര്യം കോടതിയെ ബോധിപ്പിക്കുക. അത് തന്നെയാണ് ഈ രണ്ട് എഫ്ഐആറുകളും കോടതിയിൽ സമർപ്പിച്ചതിലൂടെയും കോടതി ഇപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ്. അതിൽ അധിക രേഖകൾ കൂടിയാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ആ രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം കോടതി സ്വീകരിക്കുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. സിജു, ഷീജ, ഇതിനകത്ത് ഈ രണ്ട് കേസുകളിലും രണ്ട് എഫ്ഐആറിലും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. രണ്ട് പെൺകുട്ടികളോടും രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ആവശ്യപ്പെടുന്നത് നിന്നെ എനിക്ക് ഗർഭിണിയാക്കണമെന്നുള്ളതാണ്. ആ ഗർഭിണി ആയതിനു ശേഷം അതിൽ ആദ്യത്തെ പെൺകുട്ടിയോട് അയാൾ പറഞ്ഞത് വീട്ടിൽ ഡിവോഴ്സ് ആയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല, പക്ഷേ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കും. രണ്ടാമത്തെ പെൺകുട്ടി 23 വയസ്സുകാരിയായ പെൺകുട്ടിയോടും പറഞ്ഞത് സമാനമായ കാര്യം തന്നെയാണ്, നിന്നെ എനിക്ക് ഗർഭിണിയാക്കണം. ഇങ്ങനെ കേരളത്തിലുള്ള പരിചയവലയത്തിലുള്ള ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും പരിചയപ്പെടുന്ന എല്ലാ പെൺകുട്ടികളെയും ഗർഭിണിയാക്കണം എന്ന നിലപാടുമായി നടക്കുകയും അവർ ഗർഭിണിയായി കഴിയുമ്പോൾ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും അവർ അതിന് വിസമ്മതിച്ചാൽ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ആ സെക്ഷൽ പെർവർട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയായി ഇരിക്കാൻ അവസരം കൊടുത്ത കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. പക്ഷേ ഏതായാലും കോടതിക്ക് മുന്നിൽ വരുമ്പോൾ പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് തന്നെയായിരിക്കും. MLA എന്നുള്ളത് കോടതിക്ക് മുമ്പിൽ വരുന്ന കാര്യമേ അല്ല. അദ്ദേഹം ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സെക്ഷൽ പെർവർട്ട്, നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൽ പ്രിഡേറ്റർ, സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത്, സ്ത്രീകളെ ഗർഭിണിയാക്കുക, പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് MLA എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിൽ വരുതിയിലാക്കുകയും ഗർഭിണിയാക്കുകയും പിന്നീട് ഗർഭിണിയായി കഴിയുമ്പോൾ ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുകയും, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹത്തിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് തന്നെ അങ്ങനെ തന്നെയാണ്. നിന്നെ ഞാൻ ഗർഭിണിയാക്കുമെന്ന് പറയുന്നു. അതാണ് സ്ത്രീകളെ വശത്താക്കാൻ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്ന്. പ്രോസിക്യൂഷൻ ഇതടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാകണം സ്വാഭാവികമായും. തീർച്ചയായും പ്രോസിക്യൂഷൻ ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസം വാദം ഉന്നയിച്ചത്, വാദത്തിനിടയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിജു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ വ്യക്തി എത്രത്തോളം വലിയ ഒരു സ്ഥിരം കുറ്റവാളി എന്ന രീതിയിൽ തന്നെ അതിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ വാദത്തിനിടയിൽ പ്രോസിക്യൂഷൻ പറയുന്നുണ്ടായിരുന്നു പുതിയ പരാതി അടക്കം രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിരവധി പേരാണ് രാഹുലിന്റെ ഈ ഒരു അതിക്രമത്തിന് ഇരയാകേണ്ടി വന്നിട്ടുള്ളവർ. പരാതി നൽകിയവർ എന്നതിനപ്പുറത്തേക്ക് പരാതി നൽകാത്ത നിരവധി പേർ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരം കുറ്റവാളി എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാൾ പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ സാധിക്കില്ല. ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഇയാളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇയാൾ ഈ പെൺകുട്ടിയെ, അതായത് അതിജീവിതയെ നിരവധി തവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സമീപനം തുടർന്നും ഉണ്ടാകാനുള്ള സാഹചര്യം അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വാദത്തിനിടയിൽ തന്നെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. ഏതായാലും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയത് ഈ വ്യക്തിയുടെ, ഈ പ്രതിയുടെ ക്രിമിനൽ സ്വഭാവം വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ സമഗ്രമായ രീതിയിൽ ഈ ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഈ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കും. വാദം പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വാദം കേട്ടതിന് ശേഷം ഡിജിറ്റൽ തെളിവുകളും പരിശോധിച്ചായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ സെഷൻസ് കോടതി എത്തുക. സിജു.